नमस्कार दोस्तों, हिंदी कक्षा के नई इकाई में आप सबका हार्दिक स्वागत। कबीरदास के बारे में आप क्या जानते हैं? एक टिप्पणी लिखने के लिए आपको याद है? जी ज़रूर। मेरे विचार है कि आप सब तैयार कर रखे हैं कबीरदास के बारे में एक टिप्पणी, है ना? कबीरदास कौन है, कबीरदास की विशेषता क्या है, कि कुछ प्रमुख ग्रंथ काव्य क्या है ना जी? ज़रा देखिए कबीरदास कौन है। कबीरदास ज्ञानाश्रय शाखा के प्रमुख कवि है। कबीरदास संत काव्य परंपरा के प्रवर्तक, जनसाधारण भाषा प्रयोग, समाज सुधारक, क्रांतिकारी कवि। कबीरदास निर्गुण ज्ञानाश्रय शाखा के सबसे श्रेष्ठ कवि है। कबीरदास एक संत है। कबीरदास एक समाज सुधारक है। बीजक नाम का काव्य संकलन है, उसमें साखी, सबद, रामायणी उसका संकलन है बीजक। फिर कबीरदास जी ज़रूर आप सब जानते हैं, कबीरदास एकेश्वरवादी है। कबीरदास श्रेष्ठ भक्त है, सिर्फ एक दैव में വിശ്വാസം रखने वाला ഒരു ദൈവത്തിലാണ് കബീർദാസ് വിശ്വസിക്കുന്നത്. നമുക്ക് പല പല ദൈവങ്ങളുണ്ടല്ലോ അല്ലേ? പക്ഷെ കബീർദാസ് എല്ലാവരിലും മഹാന്മാരിലെല്ലാവരും ഈശ്വര ചൈതന്യം ദർശിച്ച ആളാണ് കബീർദാസ്. इसलिए कबीरदास एकेश्वरवादी। कबीरदास के राय में सारे के सारा प्रपंच ईश्वरमय है, सब में हमें ईश्वर चैतन्य देख सकते हैं हम। എല്ലാത്തിലും ഈശ്വര ചൈതന്യമുണ്ട്. लेकिन प्रपंच की एक ही शक्ति है, ഒരേ ഒരു ശക്തിയേ ഉള്ളൂ ईश्वर. हम एक ही शक्ति को अलग अलग नाम से पुकारते हैं, ഓരോരോ പേരിൽ വിളിക്കുന്നു. कबीरदास के राय में धर्म भी अलग अलग है, क्योंकि भगवान ईश्वर के पास पहुंचने का अलग अलग रास्ता है. एक ही ईश्वर में ഒരേ പരമ്പരയിലേക്കുള്ള ഒരേ ഈശ്വര ശക്തിയിലേക്കുള്ള പല മാർഗങ്ങളായിട്ടാണ് कबीरदास मदते कंडद. ईश्वर के पास पहुंचने का, नहीं तो ईश्वर का आशीर्वाद पाने का अलग अलग रास्ते हैं, अलग अलग धर्म. कबीरदास एकेश्वरवादी हैं. फिर समाज सुधारक है. समाज सुधारक माने എന്താ? सोशल रिफॉर्मर എന്ന് നമ്മൾ പറയും, സാമൂഹിക പരിഷ്കർത്താവ്. समाज के अंधविश्वासों और अनाचारों के विरुद्ध आवाज उठाने वाला. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളെയും എതിർക്കുക. वही है समाज सुधारक. समाज को, जनता को सही रास्ते पर चलाने के लिए नहीं तो प्रेरणा देना है. അവരെ ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുക. उनके सच्चाई सामने रखना, സത്യത്തെ മുന്നിൽ കൊണ്ട് വെക്കുക. बुराई അല്ലെങ്കിൽ नहीं तो बुरेपन छोड़ने का आह्वान देना. ये सब एक समाज सुधारक का, नहीं तो एक साहित्यकार का, नहीं तो एक सज्जन का दायित्व है. നമുക്ക് തന്നെ മുതിർന്നവരല്ലേ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. അപ്പം നമ്മുടെ മുതിർന്നവരല്ലേ പറയുക, തെറ്റും ശരിയും ഏതെന്ന് ചൂണ്ടിക്കാട്ടുക, അല്ലെങ്കിൽ ശരിയായ മാർഗത്തിലൂടെ നമ്മൾ നയിക്കുക, തെറ്റായ മാർഗത്തിലൂടെ പോകുമ്പോൾ തടയുക. ഇതൊക്കെ ചെയ്യുന്നതാണ് സാഹിത്യകാരന്മാർ, സമാജ് സുധാരക് അല്ലെങ്കിൽ സജ്ജൻ എന്നുള്ളൊരു വേർഡുണ്ട്. നല്ല മനുഷ്യർ, അത്രയേ ഉള്ളൂ. സന്ത് എന്നുള്ളൊരു വേർഡുണ്ട്. സന്ത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സന്യാസി എന്നുള്ള നമ്മൾ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് ദീക്ഷയൊക്കെ ധരിച്ച് അങ്ങനെ ഒരു സെൻസ് അല്ല നമ്മൾ എടുക്കുക. സച്ചായിക്ക് സബ്സെ ബഡാ ഹത്യാർ മാനനെ വാല എന്ന് പറയും. ഹത്യാർമാന ആയുധം. നമ്മൾ പറയും ഗാന്ധിജി. സച്ചായി എന്ന് കേൾക്കുമ്പോൾ, സത്യം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന പേര് ഗാന്ധിജിയാണ്, ഇല്ലേ? അപ്പം ഗാന്ധിജിയും ആത്മീയ ഗുരുവായിട്ട് കണ്ടത് കബീർദാസിനെ ആയിരുന്നു, സത്യത്തെ മുറുകെ പിടിക്കുന്നയാൾ. പിന്നെയോ സാദാ ജീവൻ ഓർ ഉച്ച് വിചാർ, ഗാന്ധിജിയുടെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ലളിത ജീവിതവും ഉന്നത ചിന്തയും. कबीरदास का भी जीवन सादा था, लेकिन उनके विचार उच्च था. വളരെ ഉയർന്ന ചിന്താഗതിയും സാധാരണ ജീവിതവും. പിന്നെയോ ഏകേശ്വരവാദി. ഈശ്വർ വിശ്വസിച്ചിരുന്നു, ആ ഒരു പരമ്പരയിൽ വിശ്വസിച്ചിരുന്നു. लेकिन सही मार्ग पर चलने से, नहीं तो दूसरों की मदद करने से, दूसरों की बुराई रोकने से, सही रास्ते पर चलने की प्रेरणा देने से हम ईश्वर पा सकते हैं. മറ്റുള്ളവരെ സഹായിച്ചിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരുന്നാൽ തന്നെ നമുക്ക് ഈശ്വരനെ കിട്ടുമെന്ന് പറഞ്ഞ ആളാണ് കബീർദാസ്. कबीरदास एकेश्वरवादी हैं.
समाज के अंधविश्वास और अनाचारों के विरुद्ध वह आवाज़ उठाते थे। फिर सच्चाई को हमेशा अपने मुट्ठी में रखते थे। ऊंच नीच के भेदभाव वे नहीं रखते थे। ऊंच नीच ഉയർന്നവൻ താഴ്ന്നവൻ എന്നുള്ളൊരു ഭേദഭാവം ഒന്നുമില്ല. समाज के रूढ़ियों के विरोध करते थे. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കബീർദാസിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. कबीरदास के दोहे के बारे में हम चर्चा करेंगे. दोहे दोहे माने क्या है? दोहे നമ്മൾ മലയാളത്തിൽ ഈരടി എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? രണ്ടടിയല്ല, രണ്ട് വരികൾ. ഈരടി എന്ന് പറഞ്ഞാൽ दो चरण एक ही पंक्ति में लिखना. दो चरण एक ही पंक्ति में लिखना. चार चरण दो पंक्ति में, രണ്ട് ലൈനിൽ എഴുതുന്നതാണ് दोहे. दोहे अपने आप में पूर्ण है ना പറയാ. इसी प्रकार दोहे भी अपने दो पंक्ति में अपने आप में अर्थपूर्ण है, सारे युक्त है. ആ രണ്ട് വരികളിൽ തന്നെ അർത്ഥം കംപ്ലീറ്റ് സമ്പൂർണ്ണം അർത്ഥം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കവിതയാണ് ദോഹ എന്ന് പറയുന്നത്. അപ്പോൾ ദോഹ ഏക്ക് ഛന്ദ് ഭി ഹെ. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വീര രസപ്രധാൻ കവിത ലിഖന ദോഹ കവിത്ത് ചപ്പൈ എന്നൊക്കെ പറഞ്ഞിട്ട്. अपने आप में अर्थपूर्ण है. फिर समाज के अन्याय और अत्याचार के विरुद्ध आवाज़ उठाने वाले कबीरदास खुद की निरख परख की और भी जनता को ध्यान आकृष्ट करने की चेष्टा की है. अपने आप को खुद को देखने की, परखने की, अपने बारे में चिंता करने की कबीरदास आह्वान की है. कबीरदास के राह में पहले खुद को सुधारो, अपने आप के बारे में सोचो, फिर दूसरे के बारे में सोचो. നമ്മൾ ആദ്യം നമ്മളെക്കുറിച്ച് ചിന്തിക്കൂ, പിന്നെ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാം. അപ്പില്ലേ? അപ്പം എക്സാമിന് നമ്മൾ എന്താ പറയുക, കബീർ के दोहेയുടെ भावार्थ ചോദിക്കും. भावार्थ. അപ്പോൾ कबीर के दोहे के बारे में, उनके भाव के बारे में, उनमें क्या क्या है, क्या क्या बताई गई है, അല്ലെങ്കിൽ उनके प्रमुख आशय क्या है, इसके बारे में हम आगे देखेंगे. जी ज़रूर देखिए कबीर के दोहे देखिए. कबीरा कटा बाजार में मांगे सबकी खैर, ना काहू से दोस्ती ना काहू से बैर. जाति न पूछो साधु की पूछ लीजिए ज्ञान, मोल करो तलवार का पढ़ा रहन दो म्यान. प्रेम न खेती नी पजी प्रेम न हाटी बिकाय, राजा प्रजा जिस सृजे सिर दे सो ले जाय. पोती पढ़ी पढ़ी जगमुआ पंडित भया न कोई, एक है आखिर पीव का पढ़े सु पंडित हो. माली आवत देख करी कलियां करे पुकार, भूली भूली चुन गई काल हमारी बार. अब सब सुन लिया दोहे? कैसा लगा? अच्छा लगा है ना? जरूर बहुत अच्छे दोहे हैं ये. इन सब में बहुत अधिक आशय, बहुत अधिक संदेश भरकर रखा है इस दोहे में, भरा हुआ है इस दोहे के अंतर्गत. बहुत अधिक आशय, सच्चा आशय, नहीं तो സദുദ്ദേശ ജനക് ചിന്ത. മനസ്സിലാവുന്നുണ്ടോ? നല്ല സദുദ്ദേശപരമായ ചിന്തകൾ കൊണ്ട് നിറച്ചു വച്ചിരിക്കുകയാണ് ഈ दोहेകൾ മുഴുവൻ. खुद के बारे में सोचने की, खुद सुधारने की मौका देते हैं ये दोहे. आपके समझ में आ गए? पोथी पढ़ी पढ़ी जगमुआ पंडित भाया न कोई, एक ही आखिर पाव का पढ़े सु पंडित होय. കേട്ടല്ലോ? पोथी माने पोथी पुस्तक, किताब. पढ़ी पढ़ी जगमुआ. कबीरदास पंडित नहीं थे, माने वो വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് किसी भी गुरु के सामने रखकर वो पढ़ाई नहीं की थी. ഏതെങ്കിലും ഒരു ഗുരുമുഖത്തു നിന്നൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. फिर सज्जनों की संगति से, देशाटन से वो ज्ञान हासिल किया था. മനസ്സിലായോ? അപ്പം നമ്മളോട് പറയാമല്ലോ, നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. യാത്രകൾ ചെയ്ത് നമുക്ക് അറിവ് നേടും നമ്മൾ ഒരുപാട് കിട്ടും. കാരണം ഒരുപാട് ജനങ്ങളുടെ ഭാഷ, സംസ്കാരം, അവരുടെ ചിന്താഗതി, അവരുടെ ജീവിത രീതി ഒക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. കബീർദാസ് ഖൂബ് ദേശാടൻ की थी.
ഇഷ്ടം പോലെ നാടുകൾ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിരുന്നു. ബഹുത്തധിക സജ്ജനോസേ മിലേധേ, ഒരുപാട് സജ്ജനങ്ങളെ കണ്ടിരുന്നു. സജ്ജനോങ്കെ അവർ ദേശാടൻകെ അല്ലെങ്കിൽ സാധുവോങ്കി സംഗതീസെ, അവരുമായിട്ടുള്ള ഇടപഴകലിലൂടെ ദേശാടനത്തിലൂടെയാണ് കബീർദാസിന് ഇത്രയും അറിവ് കിട്ടിയെന്ന് കബീർദാസ് പറഞ്ഞിട്ടുണ്ട്. കബീർദാസ് അൻപടുദ്ധേ എന്നാ പറയാ, നിരക്ഷരനായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇപ്പം ചോദിക്കും കബീർദാസ് പിന്നെ അൻപടാണെങ്കിൽ എങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്കൊരു ചോദ്യം വരാം. പറയുന്നതാണ്, അനുമാനമാണ്, നേരത്തെ പറഞ്ഞ എല്ലാം വ്യക്തമായ രേഖകളില്ല. കബീർദാസ് കെ പ്രിയ ശിഷ്യ थे रैदास. അപ്പോൾ कबीरदास ने जो कुछ कहा था, रैदास ने लिखकर ग्रंथ के रूप में रैदास ने लिखकर उसका एक काव्य ग्रंथ के रूप में उनका संकलन किया था ना പറയുന്നത്. कबीरदास ने जो कुछ कहा, कबीरदास ने जो कुछ गाया, उसका ग्रंथ रूप करने का श्रेय रैदास को है, ऐसा कहा जाता है. कबीरदास ने इन्हें वो अनपढ़ हैं, वो लिख नहीं सकता था, इसलिए कबीरदास के मुंह में जिन जिन वाणियाँ निकली उन सबका संकलन करके रैदास ने उसका ग्रंथ रूप दिया था ना പറയാറ്. കബീർദാസ് വായിൽ ചൊല്ലിയതും പാടിയതും ഒക്കെ ഉള്ള ആ മഹത് വചനങ്ങൾ ഗ്രന്ഥരൂപത്തിലാക്കിയതിൻ്റെ ക്രെഡിറ്റ് രൈദാസിനാണ് കൊടുക്കുന്നത്. ഐസാ കഹാ ജാത്ത ഹെ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ കബീർദാസിന് നാട് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഒരുപാട് ഭാഷാഭേദങ്ങൾ, പല പല ജനതകളുടെ ഭാഷകളാണ് അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൽ വന്നിരിക്കുന്നത്. इसलिए കബീർദാസ് की ഭാഷ സഥുക്കടി മാനേ ജാത്തേ ഹെ. സഥുക്കടി എന്നുള്ളൊരു ഭാഷയാണ് പറയുന്ന സമയത്ത് നമ്മളൊരു മിക്സ്ചർ, നമ്മളൊരു എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഭാഷ എന്ന് പറയില്ലേ, അങ്ങനെയുള്ളൊരു മിക്സർ ഫോമാണെന്നാണ് പറയപ്പെടുന്നത് കബീർദാസിൻ്റെ ഭാഷയിൽ. അതായത് ആ സമയത്ത് ആ നോർത്തിലുള്ള പല പല നാട്ടിലുള്ള എന്താ പറയുക വാമൊഴികൾ, നാട്ടുഭാഷാ പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കാവ്യത്തിൽ കാണാൻ പറ്റും. संसार के बहुत अधिक लोग बड़े बड़े पुस्तक पढ़कर मर चुके हैं, लेकिन कोई भी पंडित नहीं हुआ. ഈ ലോകത്തിൽ സംസാർ മാനെ ലോക് വിശ്വ, ബഡേ ബഡേ ലോക്, വളരെ വലിയ ആൾക്കാർ, ബഡേ ബഡേ കിതാബേയും പുസ്തകയും പഠിക്കർ मृत्यु के द्वार पहुंच चुकी है, नहीं तो वो मर चुके हैं. वो क्यों इतने बड़े बड़े पुस्तक पढ़े हैं? പണ്ഡിത് ബനാനെ കെ ലിയെ. വളരെ നമ്മൾ ഒത്തിരി പഠിച്ച് വലിയ വലിയ ഡിഗ്രികൾ വാങ്ങിയെന്ന് പറയും, നിറയെ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയെന്ന് പറയും. അപ്പോൾ ലോകത്തിൽ കുറേ ആൾക്കാരുണ്ട് വലിയ വലിയ പുസ്തകങ്ങൾ മഹത് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചു. എന്തിനാണ്? പണ്ഡിതനാണെന്ന് പറയാൻ, നിറയെ അറിവ് നേടാൻ ഒത്തിരി പഠിച്ചു. അങ്ങനെ പഠിച്ച് വളരെ മഹാനായ പണ്ഡിതന്മാരൊക്കെ മരിച്ചും പോയി. പക്ഷെ അവരാരും എന്തെന്ന് പണ്ഡിത് കാ മത്ലബ് ക്യാ ഹേ, പണ്ഡിത് മാനെ ക്യാ ഹേ, ഓ നഹി ജാന നഹി തോ കോയി ഭി പണ്ഡിത് നഹി ബന. പണ്ഡിതൻ എന്ന് പറയുന്നതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്, എന്താണ് പാണ്ഡിത്യം, ഇതൊന്നും അറിയാതെ ഓ സബ് മർ ചുക്കേ ഹേ. ഫിർ കോൻ പണ്ഡിത് ഹുവാ, ആരാണ് പണ്ഡിതരായത്? ഏകെ ആഖിർ പാവൈ പഠേസു പണ്ഡിത് ഹോയ്. ഏകെ അക്ഷരം, ഒരു അക്ഷരം പഠിച്ചവർ, നമ്മളതിൻ്റെ രഠായി അക്ഷരം എന്നും പറയും, രണ്ടര അക്ഷരം എന്ന്, അല്ലെങ്കിൽ ആ ഒരു വാക്ക് പഠിച്ചത്. ഏകെ ആഖിർ, ഒരു വാക്ക് പഠിച്ചയാൾ. ഏകെ ആഖിർ, ഒരക്ഷരം, ഏതക്ഷരം? നമ്മൾ ആ അക്ഷരം അല്ല ഈ അക്ഷരം, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഏതോ ഒരു വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞാൽ, മർമ്മം അറിഞ്ഞയാൾ, പാണ്ഡിത്യം നേടിയാൾ പണ്ഡിതനായി. ഓക്കെ ആഹേ. പ്രേം, പ്യാർ, മമത എന്നൊക്കെ നമ്മൾ ഓമനപ്പേരിട്ടുള്ള നല്ല വാക്കുകൾ, ശബ്ദങ്ങളാണത്. അപ്പോൾ പ്രേം കെ ബാരെ മേ, പ്രേം കി महत्ता के बारे में, प्यार के बारे में, जिन्होंने प्रेम का मर्म समझा, नहीं तो जिनके दिल में प्रेम है, जो दूसरों के प्यार करते हैं, जो दूसरों से प्यार से व्यवहार करते हैं, अच्छी बातें करते हैं, दूसरों की मदद करते हैं, दूसरों की सहायता देते हैं, വഹി പണ്ഡിത് ഹേ. നമ്മുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ, കാരുണ്യം ഉണ്ടെങ്കിൽ, സഹാനുഭൂതി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയുള്ളൂ, സഹായിക്കുകയുള്ളൂ, കാരുണ്യത്തോടുകൂടി പെരുമാറുകയുള്ളൂ. അതാണ് മനുഷ്യർ. അപ്പം നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അറിവും പാണ്ഡിത്യമൊക്കെ നോക്കിയാണോ നമ്മൾ ഇഷ്ടപ്പെടുക, മഹാൻ എന്ന് പറയുക? എല്ലാവരും ആദ്യം പറയുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പേരല്ലേ പറയുക? അച്ഛനും അമ്മയും തന്നെയാണ്. അപ്പോൾ അവരുടെ പഠിപ്പോ പാണ്ഡിത്യമോ വിവരമോ ഒന്നും നമ്മുടെ ബാധിക്കുന്ന വിഷയമേ അല്ല. കാരണം അവരുടെ മനസ്സിൽ നമുക്കറിയാം നിറഞ്ഞ സ്നേഹം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളെ സംബന്ധിച്ചിട്ട് അവരാണ് എല്ലാം, ഇല്ലേ? അതാണ് സ്നേഹത്തിൻ്റെ വില. പ്രേം കാ മൂല്യ, പ്രേം കി महत्ता, प्यार का महत्व. कबीरदास के राय में जो
प्रेम की महत्ता जानते हैं, जिनके दिल में प्यार है, ममता है, वही सच्चा पंडित है। कबीरदास के मानने में यदि जिनके मन में कोई प्यार नहीं है, जो प्यार करना नहीं जानते, दूसरों की मदद करना नहीं जानते, वो सच्चा पंडित नहीं है। ठीक, इसकी व्याख्या देखिए। निंदक ने ढाराखी आंगणी कुटी बंधाए, बिन सावन पावनी बिन निर्मल करे सुभाव। इस दोहे के भावार्थ पहचाना है, नहीं तो जान गए होंगे, समझ लिया है आप सब? जी जरूर। हम दूसरे दोहे की ओर चलें। जी, निंदक नेड़ा राखिए आंकनी कुठी बधाए, बिन सावणी पाणी बिन निर्मल करे स्वभाव। നിന്ദക്ക് നേടാ രാഖിയെ, നിന്ദക്ക്, നിന്ദക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കേൾക്കുമ്പോൾ മനസ്സിലായല്ലോ, ഹമരെ നിന്ദ കർണേ വാലേ। ആങ്കണി കുട്ടി ബനായി, ആങ്കൺ മാനെ ആങ്കൻ, മുറ്റം, आंगन, നമ്മളെ മുറ്റം, आंगन में कुटी बनाकर रखिए हम निंदक को। कबीरदास कहते हैं, क्या कहते हैं इस दोहे में? अपने निंदक को, अपने पर बुरे कहने वालों को, अपने बुराइयों को हमेशा बताए चले जाने वालों को, हमारे बुराई ही बुराई देखने वालों को, हमें बुराई ही बुराई देखने वालों को हमें कहाँ रखना है? अपने घर के आंगन में, हमने घर के सामने एक कुटी बनाकर, एक घर बनाकर उन्हें रखना है। നിങ്ങൾ ഞെട്ടിപ്പോയോ? ഇതെന്ത് പറ്റി? നമ്മളെക്കുറിച്ച് ചീത്ത പറയുന്നവർ, നമ്മളെ കുറ്റം പറയുന്നവർ, നമ്മളെക്കുറിച്ച് എപ്പോഴും പരാതി പറയുന്നവർ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത് തന്നെ നിർത്തണം. നേടാ രഖിയെ, നേടാ മാനെ നിക്കട്ട്, सामने ही, पास ही रखिए। निंदक को हमारे सामने ही, पास ही रखिए और आंगन में कुटी बनाकर उन्हें संभालिए, അവരെ അങ്ങനെ നോക്കുക. क्योंकि സാവൻ, സാവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയുള്ള മാസമാണ് സാവൻ, മഴ. സാവൻ പാനി, സാവണ് പാനി, പാണിമനെ പാനി, മഴയും വെള്ളവും ഒന്നുമില്ലാതെ തന്നെ, എന്തില്ലാതെ തന്നെ നിർമ്മൽ കരേ സുഭായ്, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന സോപ്പും വെള്ളവും ഒന്നും ഇല്ലാണ്ട് തന്നെ ഹമനെ നിർമ്മൽ കരേ സുഭായ്, നമ്മുടെ സ്വഭാവം തന്നെ നിർമ്മലമാകും. നിർമ്മലം എന്ന് കേൾക്കുമ്പോൾ പവിത്ര ബനാത്തെ ഹേ. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ, ഞാൻ നേരത്തെ ദോഹയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കുറ്റങ്ങൾ, അത് തെറ്റാണ്, അത് ശരിയാണെന്ന് നമ്മുടെ പാരൻസ് നമ്മളെ കറക്റ്റ് ചെയ്യില്ലേ? ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അഥവാ ദേഷ്യം വന്നാലും കുറച്ച് കഴിഞ്ഞ് നമ്മൾ അത് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് തിരിച്ചറിയാനുള്ളൊരു അവസരം ഉണ്ടാവും. എന്നാലും അമ്മ പറയണ കേൾക്കേണ്ടിയിരുന്നു, അച്ഛൻ പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെ ദോഷം വരില്ലായിരുന്നു, അല്ലെങ്കിൽ നഷ്ടം വരില്ലായിരുന്നു നമ്മൾ ചിന്തിക്കും. ഹമാരി ബുരായി कहने वालों को, नहीं तो हमारे कमियों को सूचित करने वालों को, तो हमारे दोषों के बारे में कहने वालों को हमें हमेशा अपने पास ही रखना चाहिए. അതാണ് നമ്മുടെ മുറ്റത്ത് കുടിൽ കെട്ടി പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരെ കൂടെ കൊണ്ട് നടക്കണം. क्यों? ऐसे लोगों का ही हमारी आवश्यकता, ऐसे लोगों की आवश्यकता है हमें अपने बुराई पहचानने के लिए, हमने अपने कमियां जानने के लिए उनकी आवश्यकता है. എന്തിനായിരുന്നു അവരുടെ ആവശ്യം? हमें दूसरों को, हमें क्यों निंदक को निकट रखना है? हमारी कमियां जानने के लिए, हमारी बुराई पहचानने के लिए, हमें सुधारने के लिए, हमें अच्छे बनने के लिए, हमें सचरित्र बनने के लिए उन्हें अपने पास ही रखना है ना? നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ, ചേട്ടാ നീ അത് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു, അയ്യോ അങ്ങനെയായിരുന്നോ, ഞാനത് ഓർത്തില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ നീ എന്തേ അത് പറയാഞ്ഞത്, എങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ എന്ന് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിക്കും. പിന്നെ സാധാരണഗതി നോർമൽ ലെവലിൽ എന്താണ്, നമ്മൾ പൊതുവെ എപ്പോൾ കണ്ടാലും അവർ കുറ്റമേ പറയാറുള്ളൂ. ഈ കുറ്റം പറയുന്നവരോട് നമുക്ക് ഇഷ്ടമല്ല, ഇല്ലേ? എന്ത് പോകും അവരെ കണ്ടാൽ എപ്പോഴും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും എൻ്റെ കുറ്റങ്ങളെ കണ്ടുപിടിക്കാൻ എന്ന് വരുള്ളൂ എന്ന് നമ്മൾ അമ്മയോടും അച്ഛനോടും സഹോദരങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്. കബീർദാസ് इसमें क्या कहते हैं? व्यक्ति को हमेशा प्रशंसा करने वालों से दूर रहना है. പ്രശംസ നമ്മളെ പുകഴ്ത്തുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് മാതൃകമാക്കും. ഷായത് ഛൂട്ടി പ്രശംസ ഹി ഹോഗി, ചിലപ്പോൾ അത് കള്ള പ്രശംസയാവും, വെറുതെ പുകഴ്ത്തലായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ കണ്ടിട്ടോ, തെറ്റ് മറക്കേണ്ട, പോട്ടെ അതങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുകഴ്ത്തുന്നതാവാം. അപ്പോൾ ഹമേശ ഹമേ किसको दूर रखना है? नहीं तो क्या है?
हमें प्रशंसा देने वालों से सावधान रहना है. हमें सावधान അലേർട്ടായിരിക്കണം നമ്മൾ. എന്തുകൊണ്ടാ? जो सच है या झूठ, अच्छा है या बुरा, हमें पता नहीं. അപ്പോൾ പ്രശംസിക്കുന്നവരോട് നമ്മളെപ്പോഴും വളരെ പ്രശംസയായിട്ട് നമ്മളങ്ങനെ മുഴുകി നമ്മളങ്ങനെ എല്ലാം മറക്കുക, അത് തന്നെയാണ് എല്ലാം എന്ന് വിചാരിക്കരുതെന്നാണ് പറയുന്നത്. അല്ല പ്രശംസിക്കുമ്പോൾ ഇപ്പോൾ ഹായ് നിൻ്റെ ഉടുപ്പ് നല്ലത്, നല്ല ചെരുപ്പ് കൊള്ളാം എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷിക്കേണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഉപയോഗിക്കുക. എപ്പോഴും നമ്മുടെ ക്യാരക്ടർ കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. എന്താ? കാരണം നമ്മൾ അതിന് നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അത്രയേ ഉള്ളൂ. കാരണം ഒരിക്കലും എല്ലാ തെറ്റും കുറ്റങ്ങളൊന്നും തികഞ്ഞിട്ട് ആരുമില്ലല്ലോ. हमेशा आदमी है, हमेशा सुधारना चाहिए आदमी को, है ना. सुधारने की मौका मिले या ना मिले, लेकिन हमें एक ऐसी चिंता होना चाहिए, ऐसा विचार होना चाहिए, क्योंकि हमें बुराई है, हमें सुधारना है. इसलिए कबीरदास कहते हैं कि हमें प्रशंसा करने वालों से सावधान और निंदा करने वालों से दोस्ती हो. दोस्ती माने उसे हमेशा अपने निकट ही रखें. ഇല്ലേ? അവരോടുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സംസാരിച്ച് അവരുമായിട്ട് എപ്പോഴും ഇടപഴകി കഴിയുക. ഹമേ സുധാരണയ്ക്ക് മൗക്ക മിലേഗി, നമുക്ക് നന്നാവാനുള്ള എന്ത് കിട്ടും? ഒരു അവസരം ഉണ്ടാവും. इसकी व्याख्या देखें हम. निंदक ने डा रखिए की व्याख्या देखें. जी जरूर, व्याख्या देखिए. निंदक ने ढा राखी आंगणी कुटी बंधाई, बिन सावन पावनी बिन निर्मल करे सुभाव. अब हम दो दोहा पढ़ चुके हैं, है ना. दो दोहे की व्याख्या विश्लेषण हम कर चुके हैं. क्या आपके समझ में आ गया दोनों दोहे? जी, मैंने जो व्याख्या यहाँ दिखाई थी एक सिर्फ एक नमूना है. आप अपने ढंग से अपने तरह के लिख सकते हैं आशय, अपनी भाषा में लिख सकते हैं. आप अपने अध्यापक और दोस्तों से चर्चा करके इस दोहों की भाव विश्लेषण आप कर सकते हैं. भाव विश्लेषण करते समय आप ज़रा ध्यान दीजिए. पहले हमें जी इंट्रोडक्शन एഴുതണമെന്ന് അറിയില്ല, कवि के बारे में लिखना है. कवि के बारे में, कबीरदास के बारे में 2-4 वाक्य आपको लिखना है. फिर इस दोहे का भाव लिखना है. उसमें फिर बाद में उसके आशय, भावार्थ, തീം എന്താണ്, നമ്മൾ ഗുണപാഠം എന്താണെന്ന്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദോഹയിലെ ഗുണപാഠം എന്താണ്? പോധി പടി പടി ജഗമുവാടെ. जी ज़रूर, उसमें प्यार का महत्व, नहीं तो दूसरों से प्यार से प्रेम से व्यवहार करने की आवश्यकता के बारे में कबीरदास बताते हैं, है ना. कबीर इस दोहे का मुख्य आशय है जिन्हें पंडित बनना है, जिन्हें अच्छा आदमी बनना है, जिन्हें ऊंचे पहुंचना है, वे प्यार से, ममता से, प्रेम से दूसरों से व्यवहार करके अपना मकसद अपने का दूसरे व्यवहार करके कामयाबी हासिल कर सकती है, अपना लक्ष्य पहुंच कर सकते हैं, है ना. पंडित बनने के लिए प्यार से, प्रेम से व्यवहार करना चाहिए. इन्हें नेक्स्ट दोहेल അടുത്തതിൽ നമ്മൾ എന്താ പഠിച്ചേ? जी, झूठी प्रशंसा करने वालों से सावधान रहे, नहीं तो प्रशंसा करने वाले सच्ची हो या झूठ, सच हो या झूठ, प्रशंसा करने वालों से सावधान रहिए. और निंदा करने वालों से, नहीं तो अपने कमियों के बारे में सूचना देने वाले को पास ही रखिए और खुद को सुधारिए. कबीरदास खुद सुधारने की आवश्यकता के बारे में, नहीं तो कमियों के बारे में सोचने की आवश्यकता के बारे में കബീർദാസ് इसमें बताते हैं. നമ്മളെ കുറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലല്ലേ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിന്തിക്കുക മാത്രമല്ല, എന്താണ് മനസ്സിലാക്കണം അല്ലേ. കമിയാം नहीं तो हमारी बुराई के पता हमें चलना है, हमें उसके बारे में विचार करना है. निंदक इसके लिए हमें मदद करती है ना. इसलिए उसे निकट ही रखिए. जी ज़रूर. अच्छा दोस्तों, हम आज यहाँ समाप्त कर लेती हूँ. आप इस दोहे के बारे में अपने अध्यापक से चर्चा कीजिए और व्याख्या अपनी भाषा में लिखिए, लिखने की कोशिश कीजिए.
अगली कक्षा में हम फिर मिलेंगे। आगे ही हमें दोहे की चर्चा करनी है, दोहे की भावार्थ के बारे में और दोहे के संदेश के बारे में हमें चर्चा करना है। तो शुक्रिया दोस्तों, स्वस्थ रहिए, ठीक रहिए, नमस्कार।